അഞ്ചാമത്തതാണ് രക്തക്കരപ്പൻ. ശക്തമായ പനി ഉണ്ടാവും, കഠിനമായ ജ്വരം. ഉഷ്ണസഞ്ചാരം ഏറിടും, ശരീരത്തിന് അമിതമായ ചൂട്. ഉഷ്ണസഞ്ചാരം എന്ന് വെച്ചാൽ എന്താ? ഉഷ്ണസഞ്ചാരം എന്ന് പറഞ്ഞാൽ പദം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ കുറച്ചു നേരം തലയ്ക്കാ ചൂടങ്ങി, കുറച്ചു നേരം ചങ്കിന് ചൂട് വരും. കുറച്ചു നേരം ചങ്കിനാ ചൂടങ്ങി, പിന്നെ വയറിന് ചൂട് വരും. വയറിന് ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ തൊടമധ്യത്തിൽ വരും. പിന്നെ കണങ്കാലിലും മുട്ടുകാലിലും ഒക്കെ ചൂട് അധികരിക്കും. ഒരു ചൂടായിരിക്കില്ല. അതിനാണ് ഉഷ്ണസഞ്ചാരം എന്ന പദം കൊണ്ട് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുഞ്ഞിന് രക്തക്കരപ്പനാണെങ്കിൽ തലയ്ക്ക് ഭയങ്കര ചൂടാണ്. തല വേർക്കുകയും തലയ്ക്ക് ചൂടാവും. തലയ്ക്ക് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ചു നേരം കഴിയുമ്പോൾ ചങ്കിലേക്ക് വരും. ചങ്കിൽ നിന്ന് പിന്നെ വയറിലേക്ക് വരും. വയറിൽ നിന്ന് മുന്നിലെ തൊടമധ്യത്തിലേക്ക് വരും. തൊടമധ്യത്തിൽ നിന്ന് കാൽമുട്ടിലേക്കും പാദത്തിലേക്കും വരും. അപ്പം അങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. വീണ്ടും തലയിലേക്ക് വരും. അങ്ങനെ അതിനെന്ത് പറയും? ഉഷ്ണസഞ്ചാരം. സഞ്ചാരം എന്ന് പറഞ്ഞാൽ ശരീരത്തേക്കാൾ ഓടി നടക്കുന്ന അർത്ഥം. ഓരോ പദത്തിനും മനസ്സിലാവാത്ത പദങ്ങൾ വരുമ്പോൾ ചോദിക്കണം. ചുമ്മാ ഉഷ്ണസഞ്ചാരം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാൽ പോരാ. തലവേദന ഉണ്ടാവും, ചെവി അടപ്പുണ്ടാവും, ചെവിക്ക് വേദന ഉണ്ടാവും, കൈകാലുകൾ കഴയ്ക്കും, ദേഹം നോവും, എല്ലാ സന്ധികളിലും നീർക്കെട്ടും പഴുപ്പുമൊക്കെ വരും. കഴുത്ത് ചുമന്നു വരും, ബുധഭാഗം ചുമന്നു വരും. അവിടെയൊക്കെ വ്രണങ്ങളുണ്ടാകും. ചെറിയ കുരുക്കളുണ്ടായി വ്രണം ഉണ്ടാവും. ഈ വിധം ലക്ഷണം കണ്ടാൽ അത് രക്തക്കരപ്പൻ. വിയർപ്പിനകത്ത് രക്തം തിണർത്തു വരും. രക്തക്കരപ്പന്റെ ലക്ഷണം മനസ്സിലായോ? ആശാളി, പർപ്പടകപ്പുല്ല്, പുത്തിരിച്ചുണ്ടവേര്, വേപ്പിൻ്റെ തൊലി, കൊത്തമ്പാലരി, കരളകത്തിൻ്റെ വേര്. കരളകം എന്ന് വെച്ചാൽ ഗരുഡക്കൊടി. തെച്ചിപ്പൂവ്, കാട്ടിയത്തിയുടെ പൂവ്, ആടലോടകത്തിൻ്റെ വേര്, തഴുതാമ വേര്, ഞെരിഞ്ഞല്, പെരുകിൻ്റെ വേര്. പെരുകുന്ന ചെടി അറിയാം? പെരുകുന്ന തീട്ടപ്പെരുകെന്നൊക്കെ പറഞ്ഞ് കൊച്ചുപിള്ളേർക്ക് വട്ടപ്പേര്. അത് തന്നെ. കരയാമ്പൂ, കിരിയാത്ത്. ഈ കിരിയാത്ത് എന്നുള്ള പദം ബാലചികിത്സയില് കിരിയാത്തിനെ പരിഗണിക്കുന്നത് പുത്തിരിച്ചുണ്ടിയായിട്ടാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു വയസ്സിന് വേണ്ടിയിട്ട്, ഒരു വയസ്സായ ഒരാൾക്ക് വേണ്ടിയിട്ട് കിരിയാത്തെന്ന് എഴുതിയാൽ കൈപ്പുള്ള കിരിയാത്താണ് ഉപയോഗിക്കുന്നത്. ബാലചികിത്സയിൽ കിരിയാത്തെന്ന് എഴുതിയാൽ പുത്തിരിച്ചുണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കിരിയാത്ത്, ചുമന്നരത്ത,
ഇവ കഷായം വെച്ച് സേവിച്ചാൽ രക്തക്കരപ്പൻ ശമിക്കും. നമ്മൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെയ്യുകയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഡോക്ടറെ പോയി കണ്ടിട്ട് ആൻറ്റിബയോട്ടിക് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ കുറവുണ്ട്. ആയുർവേദത്തിൽ ആ സ്ഥാനത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആൻറ്റിബയോട്ടിക് മെഡിസിൻ പറയാമോ? ആൻറ്റിബയോട്ടിക് എഴുതിയെടുക്കും. ആൻറ്റിബയോട്ടിക് നമ്മുടെ അതേ ഫലം ചെയ്യും. മരുന്ന് എഴുതിയെടുക്കും. ചുക്ക്, മുളക്, കുരുമുളക്, അല്ലാണ്ട് വത്തൽമുളക് ചേർക്കണ കറിക്ക് അടുക്കളയ്ക്കകത്തല്ല. തിപ്പിലി എഴുതിയോ? ചുക്ക്, മുളക്, തിപ്പിലി, ചെറിയ ആടലോടകത്തിൻ്റെ വേര്, വേപ്പിൻ്റെ തോല്. ഇതാണ് ആൻറ്റിബയോട്ടിക്കിന് തുല്യം. ഒരാൾ അവശതയിൽ കിടക്കുവാണ്, ഇത് കൊടുത്ത ആൾ രക്ഷപ്പെട്ടു വരും. ഏത് അസുഖത്തിന് അളവ് ഈക്വലായിട്ട് എടുത്ത് കഷായം വയ്ക്കണം. ആൻറ്റിബയോട്ടിക്കാണിത്. പനിയാണിപ്പോൾ ഒരാൾക്ക്, ഈ സാധനം കുടിച്ചിട്ട് ഭേദമായില്ലെങ്കിൽ എന്നെ വിളിക്കുക. ഇയാൾ പറഞ്ഞ് മരുന്ന് കൊടുത്തിട്ട് ഭേദമായില്ല, കഷായം വെച്ച് കൊടുക്കുക. ബോഡി ഇൻഫെക്ഷൻ, ബോഡിക്കകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പുള്ളിക്കാരൻ വാഹനാപകടം ഉണ്ടായിട്ട് കുറേ ദിവസം കൊടുത്ത് ഇൻഫെക്ഷനായി മരിച്ചുപോയി. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. തലച്ചോറിനകത്തേക്കും കരളിനകത്തേക്കും ഇൻഫെക്ഷൻ കയറി മരിച്ചുപോയി. നമ്മുടെ ഈ കഷായം കൊടുത്താൽ മരിക്കില്ല. നമ്മുടെ ഈ കഷായം കൊടുത്താൽ അയാൾക്ക് ഇൻഫെക്ഷൻ വരില്ല. ആൻറ്റിബയോട്ടിക്കാണ്. തലച്ചോറിലേക്ക് ഒന്നും പഴുപ്പ് കയറില്ല. ന്യൂമോണിയക്ക് കൊടുക്കാം. ന്യൂമോണിയ ബാധിച്ചിട്ട് ഇപ്പം നമുക്ക് ലങ്സിനകത്ത് കയറുവാണ്, മെഡിസിനുകളൊന്നും ഫലിക്കാതെ വരുന്ന സമയത്ത് കൊടുത്താൽ 100% ഫലമാണ്. മറ്റു മരുന്നുകൾ കഴിക്കുമ്പോൾ കൊടുക്കാം. അത് നീർക്കെട്ട് കയറി നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രയോഗം നടത്താം. ഇല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് എല്ലാവർക്കും എംബോളാണ്. ആൻറ്റിബയോട്ടിക് ഈ മരുന്ന് കഴിച്ചാൽ നമുക്ക് പറ്റില്ല. പ്രതിരോധശേഷി ഉണ്ടാവും, സർവ്വസ്ഥലത്തും പ്രതിരോധശേഷി ഉണ്ടാവും. പിന്നെ ഭയങ്കര ശേഷിയാണ്. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷന് തുല്യം. പട്ടി കടിച്ചു, ഇപ്പോൾ നമ്മൾ പേ ഇല്ലാത്തൊരു പട്ടി കടിച്ചു, അല്ലെങ്കിൽ പോണ വഴിക്ക് നമ്മളൊരു പട്ടി കടിച്ചു ഇപ്പം അതിന് പേ ഉണ്ടോ മറ്റു പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിക്കുക. പഥ്യാനുഷ്ഠാനത്തോടു കൂടി 2 മരുന്ന് കഴിച്ചാൽ 100% അസുഖം ഭേദമാവും. 1 ഈ ആൻറ്റിബയോട്ടിക്കും, 2 കനകാസവും. കനകാസം എന്ന് പറഞ്ഞാൽ പട്ടി അടിക്കുന്നതിന് മാത്രം. കനകാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയാണ്. ഉമ്മത്തിൻ്റെ വീര്യം എന്ന് വെച്ചാൽ ഈ അണുക്കളെ കൊന്നുകളയും. ബോഡി ഇൻഫെക്ഷൻ ആവാണ്ട് ഈ ആൻറ്റിബയോട്ടിക് നോക്കും. 100% വിജയിക്കും. ഒരു പ്രശ്നമില്ല, ബാധിക്കില്ല. അസുഖം ഭേദമാവും. പൂച്ച മാന്തിയാലും ആൾക്കാർ ഒരു ഭയമില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ ഒരു പൂച്ച മാന്തിയാലും ആൾക്കാർ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെപ്പിക്കും. അത് വലിയ പ്രശ്നമാണ് അത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർക്ക് അതൊന്നും ചെയ്യാണ്ടിരിക്കാൻ നോക്കില്ല. ഡോക്ടർക്ക് ഈ ബോഡിയിൽ ഇതിൻ്റെ സലവയിലൂടെ അല്ലെങ്കിൽ ഇവരുടെ കാലിൻ്റെ പോയിലൂടെ ഇതിൻ്റെ അണുക്കൾ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ നോക്കില്ല. അപ്പോൾ ഡോക്ടർക്ക് ആകെ ചെയ്യാനുള്ളത് ചിലപ്പോൾ അങ്ങ് ഒരാണോ ഉണ്ടെങ്കിൽ 12 ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ നോക്കുള്ളൂ. ജർമ്മനിയിലും അത്രേ ഉള്ളൂ. ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഫുള്ളായിട്ട് റിസർച്ച് നടത്തി വളരെ ശ്രദ്ധിക്കുന്ന ജർമ്മനിയിൽ വെച്ച് നമ്മളൊരു പട്ടി കടിച്ചാൽ
അവർക്കൊരു ഇഞ്ചക്ഷൻ വെക്കലേ നിർത്തിയുള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് ബോഡിയിൽ അണുണ്ടോ, ഇത് വളരെ നിസ്സാര അണുവാണ് ബാധിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇത് മതി എന്ന് പറയാനുള്ളൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല അവർക്ക്. നമുക്കുണ്ട്. ഇപ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് പണി എഴുതി പഠിച്ചു. എന്നാ നമ്മൾ അരികളാറിൻ്റെ ഗുണം, അരികളാർ എന്ത് വർക്ക് ചെയ്യും എന്നുള്ളത്. ഡോസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയവർക്ക് ചെറിയ ഡോസേജ്, മധ്യപ്രായക്കാരന് ചില കൂട്ടി കൊടുക്കുക, ആ രോഗത്തിൻ്റെ കടുപ്പം അനുസരിച്ച് കൂട്ടി കൊടുക്കുക. ചീറ്റിക്ക് വരെ അത് ഉപയോഗിക്കാം. ചീറ്റി ബാധിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു മരുന്നുകളുണ്ട്. ടെറ്റനസ് ബാധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ ചികിത്സയുണ്ടോ? വിദേശത്തുണ്ടോ? ആയുർവേദത്തിലുണ്ട്. ടെറ്റനസ് ബാധിച്ച് മരിക്കാൻ തുടങ്ങുകയാണ്. ഒരു ഡോക്ടറോട് നിങ്ങൾ വിളിച്ചു ചോദിക്കുക, എൻ്റെ ഒരു സുഹൃത്ത് ടെറ്റനസ് ബാധിച്ച് മരിക്കാൻ പോകും, എന്നാ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, ചത്തോട്ടെ എന്ന് പറയും. മരിക്കോട്ടെ, നമുക്ക് ആയുർവേദത്തിൽ മാർഗമുണ്ട്. പറയണോ? ഒരേ പവൻ്റെ മോതിരം എനിക്ക് തന്നെ. ഒരേ പവൻ്റെ മോതിരം തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നാ പിടിച്ചോ, അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചു. എന്നാ ടെറ്റനസ് ബാധിച്ചവർക്ക് കഷായം എഴുത്. മൂർപ്പനച്ചൻ്റെ പേര് മൂർപ്പനച്ചൻ. മൂർപ്പനച്ചൻ. അല്ലെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ 5 പുളിയില, 5 പുളിയില എന്ന് പറയും. അതിൻ്റെ പേര് ഈ മനസ്സിലായോ? ചെടി മനസ്സിലായോ? ഇങ്ങനെ 5 ഇല, 5 വിരൽ പോലെ ഇങ്ങനെ നിൽക്കും. പൂവുണ്ടാവും, റോസ് പൂവുണ്ടാവും, അല്ല മഞ്ഞ കളറുള്ള പൂവുണ്ടാവും. പിന്നെ ആ ചെടിയിൽ മുള്ളുണ്ടാവും. അതാണ് മൂർപ്പനച്ചൻ. അതിന് ഓരോ പ്രാദേശികമായിട്ട് ഓരോ മാറ്റമുണ്ട്. പുളിയാറിലതല്ല. പുളിയാറിലെന്ന് വെച്ചാൽ 6 ഇലകൾ സമമായ പുളിയുള്ള സാധനം. എല്ലാ പദത്തിനും അതിനകത്ത് അത് തിരിച്ചെടുക്കാം. പുളി 6 ഇല, അതാണ് 6 ഇലയാന്ന് തോന്നുന്നു. അല്ല, ഇത് നോക്കൂ, ഇത് ഞാൻ പറഞ്ഞത് നോക്കിയാണോ? ചെടീനെ എടുത്ത് നോക്കോ, 6 എത്ര ഇലയുണ്ടെന്ന് തോന്നി 6 ഇല എന്ന് തോന്നുന്നു. 3 ഇലയേ ഉള്ളൂ. പുളി 6 ഇല. അതാണ്, പുളിയുണ്ട്, 6 ഇലയ്ക്ക് സമമാണ്. നമുക്കത് ചെടി കാണിച്ചു തരാം. അന്നേരം ഈ പദത്തിൻ്റെ പേരിനോട് സമപ്പെടും. നമ്മളതല്ല പോണേ, നമ്മൾ പിന്നെ ടെറ്റനസ് ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ എന്താണ് പുളിയാരില്ല. ഇനി അടുത്ത ബാക്കി കൂടി ഉണ്ട്. വേപ്പും തോല്, അമൃത്, ചിറ്റമൃത്, ചുക്ക്, ചെറുവഴുതന, ത്രിഫലത്തോട്, കാട്ടുപടവലം, ത്രിഫലത്തോട്, കാട്ടുപടവലം, വരട്ടുമഞ്ഞള്, ആടലോളകത്തിൻ്റെ പേര്, ചുക്കെഴുതിയില്ലേ? അത്രേ ഉള്ളൂ. ഇത് കഷായം വെച്ച് കൊടുക്കുക. ടെറ്റനസ് ബാധിച്ച്, ടെറ്റനസ് മെയിനായിട്ട് ബാധിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഇരുമ്പേന്നും ചാണാത്തിന്നും ഒക്കെ. ചുമ്മാ കോട്ടയം മെഡിക്കൽ കോളേജ് കിടന്ന് ചത്തുപോകുള്ളൂ. അതിന് ഒരു മരുന്നും തന്നെ ഇല്ല. ഈ കഷായം കൊടുത്താൽ
ഞാനിവിടുന്ന് ഫ്ലാസ്കിനകത്താക്കി മരുന്നുമായിട്ട് പോയി. അവൻ്റെ കൂടെ നിന്ന് ഡോക്ടറെ ഒഴിവ് നോക്കി ഗ്യാപ്പ് അനുസരിച്ച് വെള്ളം കൊടുക്കും പോലെ അവനിങ്ങനെ വെറുതെ കിടക്കണുള്ളൂ. വാ തുറന്ന് ഇത് ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നു. വെള്ളം കുടിക്കുമെന്നും പറഞ്ഞ് വീട്ടുകാർ പോലും അറിഞ്ഞില്ല. ആളിപ്പോഴും ഉണ്ട്, പൂർണ്ണ ആരോഗ്യവാനായിട്ട് രക്ഷപ്പെട്ടു പോന്നു. ഇവിടെ ചങ്കിൽ ഇടിച്ച് അയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുമ്പോഴാണ് ഈ സാധനം കൊടുക്കുന്നത്. അന്നത് എന്ത് കഷായം ഉണ്ടാക്കി തന്നെ എന്നൊക്കെ അച്ഛനാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് എന്ത് കഷായമാണെന്ന്. അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ സാധനം കൊടുത്ത ആൾ രക്ഷപ്പെട്ടു പോകും. പിന്നെ അല്ലാണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴുത്തേലൊരു എല്ല് കുടുങ്ങി ഒരു സ്ത്രീ. കഴുത്തവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലാത്തൊരു പൊസിഷനിലാണ്. അവർക്കും ഇതുപോലെ മരുന്ന് കൊണ്ട് കൊടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടെറ്റനസ് ആർക്കും ഒത്തിരി പേർക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ എൻ്റെ വീട്ടിലെ അടുത്തൊരു പയ്യൻ മരിച്ചത് ന്യൂമോണിയ ബാധിച്ചിട്ടാ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കരളിനകത്തേക്ക് പ്രശ്നമായി, മരിച്ചുപോയി. സംബന്ധപ്പെട്ടതിനധികം താളം വേണം. ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സാധനമുണ്ട്, ശിവനാറാമൃതം പറഞ്ഞിട്ട് പാഷാണം ചേർന്നിട്ടുള്ളത്. അതൊക്കെയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആകുമ്പോൾ 10 ലിറ്റർ എവിടെ നിന്നിപ്പോ നല്ല ആളാണ് കിട്ടണേ? അല്ല, എള്ളെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാല് ചിറ്റള്ളിന്റെ എണ്ണയ്ക്ക് 1 കിലോയ്ക്ക് 1200 രൂപ. അതാണോ മേടിക്കാൻ പോണെന്ന് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ എന്നാ ചെയ്തേ? അപ്പൊ എല്ലാരും ഒരു മോതിരത്തിന് കടക്കാരേട്ടാ. എല്ലാരും കൂടെ ആശാനം പിരിക്കാതാണോ? അപ്പൊ പിന്നെ കൊടുക്കണ്ടല്ലോ. രക്തപരപ്പിന്റെ കഷായം പറഞ്ഞില്ലേ നമ്മള്? എന്നൊക്കെ പറഞ്ഞതൊന്നും വായിച്ചേ. കഷായം വെച്ച് സേവിച്ചാൽ രക്തകരപ്പം മാറും. 5ാമത്തെ അല്ലേ? അടുത്തത് പുള്ളിക്കരപ്പൻ. പുള്ളിക്കരപ്പന് ശക്തമായ ജ്വരം ഉണ്ടാവും. കൂടെ നെടുങ്ങും, വായു തെറിക്കും. ഞെട്ടുക എന്നർത്ഥം, മനസ്സിലായില്ലേ? വിട്ടുറങ്ങും. ഉറങ്ങിക്കൊണ്ട് ഇച്ചിരി കഴിയുമ്പോൾ എഴുന്നേക്കും, പിന്നെ വീണ്ടും ഉറങ്ങും, വീണ്ടും ഉറങ്ങും. പിന്നെ ദേഹത്ത് പൈസയുടെ വട്ടത്തിൽ ചുമന്ന് തടിപ്പുണ്ടാവും. തടിപ്പുണ്ടാവും, അതിന് ചുറ്റും ചൊറിച്ചിലും. ദേഹത്തിന് നിറവ്യത്യാസം, കറുപ്പ് രാശി വരും. പിന്നെ ചൊറി പൊട്ടിപ്പഴുക്കും. കാലും കൈയും മെലിഞ്ഞു പോവും. ഇതാണ് പുള്ളിക്കരമറ്റ സാമാന്യ ലക്ഷണം. അതിൻ്റെ പുള്ളിക്കരപ്പൻ്റെ ചികിത്സ.
കദളി സ്കന്ധാദി കഷായം. കദളി വാഴക്കിഴങ്ങ്, രാമച്ചം, നറുനേണ്ടിക്കിഴങ്ങ്, മരമഞ്ഞത്തൊലി, മുത്തങ്ങാക്കിഴങ്ങ്, വെള്ളിലത്തിൻ്റെ വേര് കഷായം വെച്ച് സേവിച്ചാൽ പുള്ളിക്കരപ്പൻ ശമിക്കും. പുള്ളിക്കരപ്പന് ഒരു മുക്കുടി. അടുത്തത് തെച്ചിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, കൃഷ്ണതുളസിയില, കഞ്ഞിക്കൂർക്കില, തുമ്പപ്പൂവ്, കണ്ണിവെറ്റില എന്നിവ സമം പിഴിഞ്ഞ നീരിൽ കരയാമ്പൂ, ജീരകം, ഏലത്തരി, ജാതിക്ക, ജാതിപത്രി, ചുമന്നരത്ത, തിപ്പിലി, കടുകുരോഹിണി, താലീസപത്രം വരച്ച് കലക്കി തിളപ്പിച്ച് ചൂടാറിയാൽ തേനും ചേർത്ത് പലവട്ടം സേവിച്ചാൽ പുള്ളിക്കരപ്പൻ, രക്തക്കരപ്പൻ, പനി, വിശപ്പില്ലായ്മ, ക്ഷീണം, ശരീരത്തിൻ്റെ നിറക്കുറവ് ഒക്കെ മാറി, ഇൻഫെക്ഷനൊക്കെ മാറി കണ്ടീഷനായിട്ട് വരും. മുക്കുടി എന്ന് പറയും. മുക്കുടിയും കഷായമായിട്ട് എന്താ വ്യത്യാസം? മുക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരപരമായിട്ട് ആഹാരത്തിൻ്റെ പോലെ കഴിക്കാം, പല ആവർത്തി കഴിക്കാം, മെഡിസിനായിട്ടല്ല. പത്തിയില്ല. ആഹാരം സേവിക്കും പോലെ സേവിക്കാം. പ്രത്യേക നിയമങ്ങളൊന്നും അതിനില്ല. രോഗത്തിനെ ജയിക്കാൻ, രോഗം വരുന്നതിന് വരാതിരിക്കാൻ മുക്കുടികൾ ഒത്തിരിയുണ്ട്. നമ്മുടെ ഇതിൽ വെമ്പോളം വരാതിരിക്കാനായിട്ട് മുക്കുടിയുണ്ട്. എന്നാ മുക്കുടി പറഞ്ഞേ? നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ എല്ലാവർക്കും വെമ്പോളമാണ്. നമുക്ക് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകണം, വരരുത്. എന്ത് ചെയ്യും? കഷായം കൊടുക്കാം. അത് മുക്കുടി പറയാനോ പറഞ്ഞത്. കഷായം കുടിക്കാൻ തയ്യാറല്ല, ആഹാരം കഴിക്കാൻ തയ്യാറുള്ളവന് തന്നെയാണ് മുക്കുടി. എഴുത്. തക്രം, ചുമന്നുള്ളി, തക്രം, തൈരല്ല. തക്രം എന്ന് വെച്ചാ തക്രം മോരെന്ന് മനസ്സിലായില്ലേ? മോരെന്ന് പറഞ്ഞാൽ പോരാ, തക്രത്തിന് പ്രത്യേക നിയമമുണ്ട്. സംശയമുള്ളത് ചോദിക്കണം. തക്രം ആദ്യം തക്രം ഉണ്ടാക്കണം എങ്ങനെയാന്ന് എഴുത്. 1 ലിറ്റർ പാല്, മിൽമ പാലല്ല കേട്ടോ, പശുവിൻ്റെ പാല് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചത് അല്ലെങ്കിൽ അയലക്കത്ത് നിന്ന് മേടിച്ച പാലായിരിക്കണം. അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് തിളപ്പിക്കണം. ശരിക്കും വേവണം. എന്തായാലാണ് നെയ്യ് തിരിയുള്ളൂ. തിളച്ച് സ്വല്പം നേരോടെ ഇരിക്കണം. എന്നിട്ട് അത് ഉറ കഴിക്കണം. അല്ലെങ്കിൽ അണുക്കൾ ചത്തുപോകും. അത് കഴിഞ്ഞിട്ട് അത്രയും തണുത്ത വെള്ളം ചേർക്കണം. പിറ്റേ ദിവസം ഉറ കഴിച്ച് കഴിഞ്ഞ് ഉറ കൂടി കഴിഞ്ഞ് തൈരായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ചേർക്കണം. തണുത്ത വെള്ളം.
ഐസിട്ട വെള്ളമായാലും മതി. എന്നിട്ട് അതിന് കടയണം. കടഞ്ഞെടുത്ത് തൈര് വെണ്ണ മാറ്റണം. ഒരു ദിവസം പുളിപ്പിക്കണം. ഒരു ദിവസം വെച്ചോണ്ടിരിക്കണം എന്നർത്ഥം. ആ, അപ്പൊ അതിനകത്ത് സിട്രിക് ആസിഡായി, അത് തക്കറായി. ഇനി അതിന്റെ ഗുണം എഴുത്, തക്കറത്തിന്റെ ഗുണം എഴുത്. കടയണം. കടഞ്ഞ അതിന്റെ നെയ്യ് മാറ്റണം. നെയ്യ് മാറ്റിയ ശേഷം ഒരു ദിവസം വെക്കണം. അപ്പൊ തക്കറായി. തക്കറത്തിന്റെ ഗുണം എഴുത്. ജ്വരത്തെ മാറ്റും. ജ്വരം, പനി മാറും. വിശപ്പുണ്ടാവും. വയറ്റില് നമുക്ക് ആവശ്യമുള്ള അണുക്കളെല്ലാം വർദ്ധിച്ചു വരും. നീര് മാറും. വേദന മാറും. കണ്ണിന് കാഴ്ചയുണ്ടാവും. പ്രതിരോധശേഷി ഉണ്ടാവും. വിശപ്പുണ്ടാവും. ദഹനം നന്നായിട്ട് നടക്കും. മോഷൻ ക്ലിയർ ആയിട്ട് നടക്കും. ഉറക്കം ഉണ്ടാവും. മനോവിഷമം മാറും. 100 കൂട്ടം ഗുണമാണുള്ളത്. ചക്രധാര ചെയ്യുമ്പോ ഇതാണ് ചക്രം ചെയ്യേണ്ടത്. അന്നേരം അവൻ ഇത് ചത്തുപോകുന്നു മാത്രം. ഈ തൈരിന്റെ ഗുണം ഇത്. അന്നേരം ഇവര് വ്യത്യാസം മനസ്സിലാവുള്ളൂ. പനിയുള്ളവന് തൈര് കൊടുത്താൽ ചത്തുപോകും. ഒരു പനിയുള്ളവന് വിരോധം ഉണ്ടെങ്കിൽ തൈരുണ്ടാക്കി കൊടുത്താൽ മതി. വീട്ടിലായിരിക്കും വിരോധമുള്ളവരല്ലോ. അവന് കഫം വർദ്ധിച്ച് നീർക്കെട്ടും കയറി വിശപ്പ് പടഞ്ഞ് അവൻ്റെ വായു സഞ്ചാരമൊക്കെ നിന്നിട്ട് അവൻ ആശുപത്രി കൊണ്ടുവരും, അവൻ ചത്തുപോകും. ആ, തൈര് പനി വർദ്ധിപ്പിക്കും, നീരിനെ വർദ്ധിപ്പിക്കും, വേദനയെ ഉണ്ടാക്കും, വിശപ്പിനെ കെടുത്തും, ശരീരത്തെ തടിപ്പിക്കും, കഫത്തെ വർദ്ധിപ്പിക്കും, മലം പിടിക്കും, മൂത്രം വർദ്ധിപ്പിക്കും. സാധനം നല്ല ദഹന സമയത്തും നല്ല ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാം. രോഗിയുടെ പരിഗണനയിലല്ല നമ്മൾ എടുക്കണേ. രോഗാവസ്ഥയിൽ അതിന്റെ ദ്രവ്യഗുണം എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. നമ്മളതിന് ദ്രവ്യഗുണത്തിൽ എടുത്തില്ല, നേരെ വൈദ്യനാവാൻ പോവല്ലേ. നേരെ വൈദ്യനാവാൻ പോവാ കുഴപ്പം. ദ്രവ്യഗുണമൊന്നും പഠിക്കണില്ല. ഏറ്റവും ആദ്യം ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് ദ്രവ്യഗുണം. ഏറ്റവും ആദ്യം പഠിച്ചേ 7 കൊല്ലം പഠിച്ചു ദ്രവ്യഗുണം. ആ, 7 കൊല്ലം എന്ന് കഴിഞ്ഞാൽ കാണുന്ന സകല സാധനത്തിന് വെട്ടുകല്ലിന് എന്നാ ഗുണമെന്ന് പഠിക്കണം, കരിങ്കല്ലിന് എന്നാ ഗുണമെന്ന് പഠിക്കണം. കരിങ്കല്ല് തിന്നിട്ടാണ് ഉണ്ടായെന്ന് വെച്ചാൽ അതല്ല, കരിങ്കല്ലിൻ്റെ ഗുണം പഠിക്കണം. വെട്ടുകല്ലിൻ്റെ ഗുണവും പഠിക്കണം. അതുപോലെ ഭൂമിയിലുള്ള സകല വസ്തുക്കളുമാണ് ദ്രവ്യം എന്ന് പറയുന്നത്. ദ്രവ്യങ്ങളുടെ ഗുണം പഠിക്കണം. എന്നാലാണ് വൈദ്യനാവാൻ കുറിപ്പടി എഴുതാനൊക്കെ ഉള്ളൂ. ഇന്നത്തെ MD കഴിഞ്ഞ ഡോക്ടറോട് ഒരു കുറിപ്പടി എഴുതാൻ പറഞ്ഞാൽ അറിയോ? കാലയിൽ കള്ളും മാലയിൽ പുല്ലും പറയും. കാലയിൽ കള്ള് എന്ന് പറഞ്ഞാൽ കള്ളല്ല, കരിങ്കല്ലാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ കരിങ്കല്ല് ഇരിക്കണം, വൈകുന്നേരം പുല്ലിലിരിക്കണം. അപ്പൊ തന്നെ ചക്രം നന്നായിട്ട് ഇനി തക്കറ അടുത്ത ആള് പറയും. എഴുതിയ ആള് പറഞ്ഞേ. ലിറ്റർ പാലിൽ ഇരട്ടി വെള്ളം ചേർത്ത് തിളപ്പിക്കും. 3 ദിവസം. 3 ദിവസം എടുത്ത് കഴിയുമ്പോൾ പിന്നെ വേറെ സാധനമാവും. അത് പിന്നെ കഴിച്ചാൽ ദഹിക്കില്ല. എന്തോ? അതിനുള്ളിൽ ഉപയോഗിക്കണം. 3 ദിവസത്തേക്കുള്ളിൽ മോര് ഇരുന്നിട്ടുണ്ടെങ്കിൽ മോരിൻ്റെ വേറെ ഘടന മാറ്റം വരും. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഛർദി, ദഹിക്കാൻ പാടില്ലാണ്ട് വരിക, അത് പ്രശ്നക്കാരനാവും. 3 ദിവസം വരെ ഇരിക്കും. തകർത്തിൻ്റെ സംശയം തീർന്നോ? സംശയം തീർത്ത് പോകണം. എപ്പോഴും ഒരു സംശയത്തോടുകൂടി ഒരു സാധനം വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് പ്രയോജനപ്പെടുമോ? ഇത് പ്രയോജനപ്പെടണ്ടേ. പിന്നെ ഇതിനകത്ത് തക്രത്തിനകത്ത് രുചിപ്പെടുത്താം. കരിവേപ്പില, ഇഞ്ചി ഒക്കെ ചേർത്ത്, മഞ്ഞൾ ഒക്കെ ചേർത്ത് രുചിപ്പെടുത്താം. സംഭാരം പോലെ ആക്കാം, വെള്ളം കൂടുതലാക്കാം, പുളി കുറയ്ക്കാം, പുളി കൂട്ടാം. അതൊക്കെ നമ്മളെ അമ്മമാർ സാധാരണ ചെയ്യണമല്ലേ.
തൈരിൻ്റെ ഗുണം എഴുതിയോ? തൈര് എഴുതിയില്ല. ആ, തൈരിൻ്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ. ഇരുവേക്കും പഠിക്കും മലബന്ധം മൂത്രം പോകും. രോഗികളൊന്നും തൈര് കഴിക്കാൻ പാടില്ല. ഒരു രോഗിയും തൈര് കഴിക്കാൻ പാടില്ല. ആ രോഗങ്ങളെല്ലാം വർദ്ധിക്കും. നമ്മൾ മുക്കുടി എഴുതിയില്ലേ? ഇല്ല. മുക്കുടി എഴുതിയല്ലോ. ചുവന്നുള്ളി തക്കല ഉണ്ടാക്കുന്ന എഴുതി. ആ, അല്ല, തെച്ചിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ചേർത്ത്. ആ, അതാണ് മുക്കുടി. ചിക്കൻ ബോക്സിന്റെ ആ ആ ബാക്കി പറയാം. ഡോക്ടറുകൾ പറ്റേ. ഇനി ചിക്കൻ ബോക്സിന് എതിരായിട്ടുള്ള മുക്കുടി എന്നൊക്കെ എഴുതിയെന്ന് പറഞ്ഞേ, വായിച്ചേ. ആ, തക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകാരം ഉണ്ടാക്കിയ മോര്. ഞാൻ തക്രം മുമ്പ് പറഞ്ഞ രീതിക്ക് ഉണ്ടാക്കിയ മോര്. ഒന്ന് കാണിച്ചു കേട്ടോ. 520. ഇതും കൊള്ളാലോ, മണമുണ്ട്. അത് കെമിക്കലാണോ എന്ന് അറിയാൻ പാടില്ല. എണ്ണയുടെ നല്ല മണമുണ്ട്. ഒറിജിനൽ മണം തന്നെ ഉണ്ട്. ഒറിജിനൽ മണം ഉണ്ട്. ആ, എള്ള് പല സൈസുണ്ട്, കുറഞ്ഞ സൈസ് എള്ളുണ്ട്. മണം തന്നെ ഉണ്ട് എന്നായാലും. പക്ഷെ മണത്തിൽ നമുക്ക് വിശ്വസിക്കാനൊക്കെ ഇല്ല. എന്ത് സാധനം വേണമെങ്കിലും കൃത്രിമമായിട്ട് കിട്ടും. വെളിച്ചെണ്ണയുടെ എന്ത് മണം. ചെമ്മീൻ വേണ്ട, ചെമ്മീൻ്റെ മണം. മുരിങ്ങക്കോൽ വേണ്ട, മുരിങ്ങക്കോലിൻ്റെ മണം. എന്ത് മണം. ഫോർട്ട് കൊച്ചിയിൽ ഗൗതം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു പെങ്കൊച്ചിൻ്റെയാണ് ഗൗതം ഹോസ്പിറ്റലാണ്. അപ്പം ഞാൻ അവിടെ പലപ്പോഴും പോകാറുണ്ട്. അപ്പം അതിൻ്റെ താഴെ ഒരു ബേക്കറി ഉണ്ട്. അവിടെ ലോകത്തിലുള്ള എല്ലാ സാധനവും കിട്ടും. ചൈന മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസ്, ഉണ്ടാക്കാനുള്ള ഐറ്റംസ് സകലതും കിട്ടും. കാന്താരി മുളകിൻ്റെ രുചി, പച്ചമാങ്ങയുടെ രുചി, ചെമ്മീൻ്റെ രുചി, സ്രാഗിൻ്റെ രുചി, എല്ലാ രുചികളും കിട്ടും. എല്ലാ കളറും കിട്ടും. അപ്പം നമുക്ക് ചെമ്മീൻ ചേർക്കണ്ട. ഒരു ചമ്മന്തി അരച്ചിട്ട് നേരിയ തോതിൽ ഒരു ചെറിയ ഈർക്കിളി ഒന്ന് മുക്കിയിട്ട് ആ ഈർക്കിളി ഒന്ന് പയ്യെ തൊടിയിച്ചാൽ മതി. അന്നേരം ഈ ചമ്മന്തിക്കകത്ത് നിറച്ച് ചെമ്മീനിട്ട രുചിയായിരിക്കും. പിന്നെ രുചി മാത്രം മേടിക്കാൻ കിട്ടും. അപ്പം നമുക്ക് കണ്ണിമാങ്ങയുടെ രുചി വേണമെന്ന് വെച്ചോ, ആ രുചി മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. എസൻസ്, അത് പൈനാപ്പിളിൻ്റെ മണം, പൈനാപ്പിളിൻ്റെ രുചി, അതുപോലെ എന്ത് സാധനവും മേടിക്കാൻ കിട്ടും. സർവമാന സാധനം. അപ്പം അതൊക്കെ ഈ ആൾക്കാർ കൂടുതൽ ചേർക്കും ഹോട്ടലിലെ ഭക്ഷണത്തിനകത്ത്. അത് നമുക്കുടെ ശരീരത്തിൽ നിന്ന് പോവുകയില്ല, ശരീരം എടുക്കുകയില്ല. അപ്പോഴാണ് ക്യാൻസർ തന്നെ. ഒന്നിലെ വിസർജിച്ച് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കും. പക്ഷെ ഇത് ശരീരം വിടുകയില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് നാരോ ആയതുകൊണ്ട് ശരീരത്തിന് അത് വെളി കളയാൻ സാധിക്കില്ല. അത് നമ്മുടെ ശരീരത്തേക്കടെ കയറി നടന്ന് ബ്രെയിനകത്തേക്കടയും കയറി, കണ്ണിനകത്തേക്കടയും കയറി, വളരെ ചെറിയ കോശങ്ങളിനകത്തേക്കടെ കയറി നമ്മളെ കൊല്ലാതെ കൊല്ലും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ വെളിയിൽ പോവുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു കഷ്ണം ഇരുമ്പ് കഴിച്ചു നമുക്ക് ദഹിക്കണില്ല, വെളിയിലേക്ക് പോകും. നമുക്കിപ്പോൾ ഇത് വെളി കളയാൻ അവരെ കൊണ്ട് സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാനായതുകൊണ്ട് നേരെ ബ്ലഡിനകത്തേക്ക് പ്രവേശിക്കും. നേരെ ബ്ലഡിനകത്ത് പ്രവേശിച്ചിട്ട് അത് ബോഡി മുഴുവൻ കറങ്ങി നടക്കും. അത് നമ്മുടെ ആന്തരാവയവങ്ങളെയും അതിൻ്റെ ഫങ്ഷനെയും അതിൻ്റെ പ്രശ്നങ്ങളെയും ബാധിക്കും. അതാണ് പ്രശ്നം. ഇനി നമുക്ക് തക്കടത്തിലേക്ക് വരാം. കരിവേപ്പില, ചുമന്ന ഉള്ളി, ചതകുപ്പ, ഇത്ര ഇട്ട് മോരുണ്ടാക്കി കുടിച്ചാൽ, ഇത്ര ഉണ്ടാക്കി മോര് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെമ്പോളം വരില്ല. അത് എല്ലാ ദിവസവും തന്നെ കുടിക്കണം. നമ്മുടെ വന്ന ആൾ കുളിച്ച് 4 ദിവസം വരെ വീണ്ടും അതിൻ്റെ അണുക്കൾ
വരാം. വായുവിലൂടെയാണ് അത് പകരണേ. ആ, ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഇത് വായുവിൽ പകരും. അത് നമ്മൾ ബ്രീത്ത് ചെയ്താൽ മതി. ബ്രീത്ത് ചെയ്ത് നമ്മുടെ ലങ്സിൽ ചെല്ലും. ലങ്സിൽ നിന്ന് നമ്മുടെ ബ്ലഡിൽ ചെല്ലും. ബ്ലഡിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ബോഡി അത് ശരീരം ഉണ്ടാക്കും. അണുബാധയാണ്. അപ്പൊ അവര് മൂക്കി കയറ്റി വിട്ട വായു നമ്മൾ എടുക്കരുത്. എന്തോ ഇഞ്ചിയൊക്കെ ചേർന്നെടുത്ത് ഇഞ്ചി ചേർത്ത് രുചിപ്പെടുത്താൻ വേണി. വേറെ മോര് വേണ്ട. ഇത്ര തക്രത്തിനകത്ത് മോരെന്ന് പറഞ്ഞാൽ വേറൊരു പദമാണ്, പേരാണ്. ഇപ്പൊ എന്റെ പേര്, എന്റെ പിന്നെ റൈറ്റ് നെയിം വിശ്വനാഥൻ എന്നാണ്. എന്റെ വീട്ടിൽ വിളിക്കുന്ന വേറെ പേരാണ്. അന്നേരം ആ വ്യക്തി മാറണില്ലല്ലോ എന്ന് പറഞ്ഞാൽ തക്കറിന് പേരിട്ടു എന്ന് കരുതി പ്രശ്നമില്ല. ഏത് പിന്നെ ശരീരത്തെ തണുപ്പിക്കും. മുത്തങ്ങിയിട്ടിട്ട് തക്കടധാരം നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ട പേപ്പറച്ചിലൊക്കെ നിൽക്കും. പിത്തത്തെ നശിപ്പിക്കും, ചൂടിനെ മാറ്റും, തലച്ചോറിന്റെ പ്രവർത്തനത്തെ ക്ലിയർ ചെയ്യും. അതിന് തക്രധാരത്ത് ആദ്യം തന്നെ ഔഷധം ചേർക്കണമെന്നാ. കടയണേനും പാലിന്റെ സമയത്ത് അതൊക്കെ ഇത് വേവിക്കുന്ന പാല് തിളപ്പിക്കുന്ന സമയത്ത് ചേർത്താൽ കുറച്ചുകൂടെ കൂടുതൽ ഗുണ. അടുത്തത് തൈലം. എന്തിനുള്ള തൈലം? ഉള്ളിക്കരപ്പനുള്ള തൈലം. പാവലിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ കയ്പൻ പാവലാട്ടോ നമ്മൾ ഉദ്ദേശിക്കണേ. ചെറിയ പാവലാണ് ഉദ്ദേശിക്കണേ. നാടൻ പാവയ്ക്ക ഉണ്ടാവണമല്ല. ചെഞ്ചല്യം, വയമ്പ്, ഇരട്ടിമധുരം, കടുകുരോണി, കുന്തിരിക്കം എന്നിവ കൽക്കം ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി പുരട്ടിയാൽ രക്തകരപ്പനും പുള്ളിക്കരപ്പനും ചെങ്കരപ്പനും മാറും. നല്ലതാണ്. വേറൊരു കുഴമ്പും കൂടെ അതിന് തന്നെ എന്നുവെച്ചാൽ ഈ 3 കരപ്പങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാം. പിച്ചകത്തില, ഞൊട്ടാഞ്ഞൊടിയൻ, പച്ചമഞ്ഞൾ, കാർത്തോട്ടി, കാട്ടുമുല്ല, വള്ളിക്കാഞ്ഞിരത്തിന്റെ ഇല. ആ വള്ളിക്കാഞ്ഞിരത്തിന്റെ അടിയിലൊന്ന് വായിക്കണേ. കൃഷ്ണതുളസി, കരിനെച്ചിയില, എന്നിവ ഇടിച്ച് പിഴിഞ്ഞ നീരിൽ നാൽപ്പാമരത്തൊലി, കല്ലാലിന്റെ തൊലി, ആര്യവേപ്പില,
കടുക്കാത്തോട്, നറുനേണ്ടിക്കിഴങ്ങ് ഇവ സമമരച്ച് കലക്കി ഉണക്കലരിക്കാടിയും ചേർത്ത് കുറുക്കി കുഴമ്പാക്കി പുരട്ടിയാൽ പുള്ളിക്കരപ്പൻ ശമിക്കും. പുള്ളിക്കരപ്പനല്ലേ നമ്മൾ പറഞ്ഞത്. അടുത്തത് കുപ്പിക്കരപ്പൻ. ആ, വള്ളിക്കാഞ്ഞിരത്തിന്റെ അടിയിൽ വരയ്ക്കാൻ വന്നത് എന്തിനാന്ന് ചോദിച്ചില്ലല്ലോ. ആരെങ്കിലും ചോദിക്കുന്നത് അല്ലല്ലേ പറയാനുള്ളൂ. എന്തിനാ അതിന്റെ അടിയിൽ വരച്ചതെന്ന് ചോദിക്കും. ആ, വള്ളിക്കാഞ്ഞിരം രണ്ടെണ്ണോ, വള്ളിക്കാഞ്ഞിരത്തിൻ്റെ ഇല പറിച്ചുകൊണ്ട് വന്ന് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കാച്ചി അരിച്ച് തേച്ച എത്ര വലിയ കൊടിഞ്ഞി എത്ര വലിയ തലവേദനയും ഭേദവും. തലയിൽ നെറുകയിൽ പറ്റണം, നെറുകയിലും നെറ്റിയിലും ഒക്കെ പറ്റാം. വള്ളിക്കാഞ്ഞിരം ഇടിച്ച് പിഴിയുക, അതിനകത്ത് വെളിച്ചെണ്ണ ചേർത്തോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തോ കാച്ചി അരിച്ച് തൈലം ഉണ്ടാക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിയാൽ ഭയങ്കര പവറായിരിക്കും. അപ്പോൾ അളവ് കുറവായിരിക്കും. ഇല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് അച്ചുമ്പോൾ എണ്ണ തിരിയും, എണ്ണ കിട്ടും. അത് ഒരു അരക്ക് മധ്യേ ശരിക്ക് ജലാംശം വറ്റി കഴിയുമ്പോൾ അരിച്ചു വാങ്ങുക. അരക്ക് ഭാഗത്തിന്, അരത്ത് ഭാഗത്തിനോ മണൽ ഭാഗത്തിനോ ഒക്കെ വേണമെങ്കിൽ അരിക്കാം. എന്നുവെച്ചാൽ ജലാംശം ശരിക്ക് പറ്റണം, തലവേദന മാറാനുള്ളതല്ലേ, നീർ വലിക്കാനുള്ളതല്ലേ. എന്നിട്ട് അത് ചെറുതായിട്ട് നെറുകയിലും സ്വല്പം പറ്റിയാൽ മതി, നെറ്റിയിലും നെറുകയിലും പറ്റി കൊടുക്കുക. കൊടിഞ്ഞി, സ്ഥിരമായിട്ടുള്ള തലവേദന എല്ലാം മാറും. പല്ലുവേദനയ്ക്ക് പറ്റില്ല, തലവേദന വരെ കണ്ണിൻ്റെ അവിടം വരെ വരുള്ളൂ. കണ്ണുവേദനയ്ക്കോ കണ്ണിൻ്റെ അസുഖത്തിനോ മൂക്കിനോ അതൊന്നും പറ്റില്ല. തലവേദന മാറും. ഏത് മാറും? കഫത്തിൻ്റെ മാറും, പിത്തത്തിൻ്റെ മാറും, നീർക്കെട്ടിൻ്റെ മാറും, ചതവിൻ്റെ മാറും. ഒത്തിരി ഗുണങ്ങളുണ്ട്, സാമാന്യ ഗുണം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ല. അടുത്തത് എഴുതിക്കോളൂ. കുപ്പിക്കരപ്പൻ്റെ ലക്ഷണം: ശക്തമായ പനിയുണ്ടാകും, അതിസാരമുണ്ടാവും, വയറിളകും, മൂത്രം കുറവായി വരും, ദാഹമോഹങ്ങളുണ്ടാകും. ദാഹം, വല്ലാതെ ദാഹമായിരിക്കും. മോഹം എന്ന് വെച്ച് മാറി മാറി ആഗ്രഹം. മോഹം, കിടക്കണമെന്ന് തോന്നും, കുറച്ച് നേരം കഴിയുമ്പോൾ ഇരിക്കണമെന്ന് തോന്നും, ചിലപ്പോൾ നേരം നടക്കണമെന്ന് തോന്നും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും, ചിലപ്പോൾ വെള്ളം താട്ടേന്ന് പറയും, ചിലപ്പോൾ ചൂട് താട്ടേന്ന് പറയും, ചിലപ്പോൾ തണുപ്പ് താട്ടേന്ന് പറയും. അങ്ങനെ മാറി മാറി കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനാണ് ദാഹമോഹങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഛർദി ഉണ്ടാവും, രുചിയില്ലായ്മ വരും, ആഹാരം വേണ്ടായ്മ, രുചിയില്ലായ്മ, കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിഞ്ഞു പോകും, തലകറക്കം ഉണ്ടാവും. ക്ഷീണം ഉണ്ടാവും, ക്ഷീണമുണ്ടായിട്ട് തളർച്ചയായിട്ട് കിടന്നിടും. കുരുമുളകിൻ്റെ വലുപ്പത്തിൽ ദേഹത്ത് പൊള്ളിയ പോലെ പാടുണ്ടാവും. ആണ് കുപ്പിക്കരപ്പൻ എന്ന് പറയുന്നത്.
കുപ്പിക്കറുപ്പിന്റെ പേര് വരാൻ കാരണം ഉം? ഇതെന്താ കുപ്പിക്കറുപ്പിന്റെ പേര്? കുപ്പിക്കരപ്പൻ എന്ന് പറയാൻ കാരണം നമ്മുടെ ദേഹത്ത് കുപ്പ് എന്ന് വെച്ചാൽ കുരു എന്നാണ് അർത്ഥം. കുരുമുളക്, കുപ്പ്. ഇങ്ങനെ കുരു ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കും. പിന്നെ അത് ചില്ല് പോലെ തോന്നും. ഈ പുളകങ്ങൾ നല്ല വെളുത്ത് സംശയം തീർത്ത് പോകണം. സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുള്ളൂ. ചുമ്മാ ഞാൻ പറഞ്ഞത് കേട്ട് ആ പുസ്തകത്തിൽ വെച്ചിരുന്നാൽ മാത്രം പോരാ. നേരം നിങ്ങൾ അടിയിൽ വരെ ഇട്ടിട്ട് ചോദിച്ചിട്ടില്ല എന്നാ ശിഷ്യന്മാരാന്ന് ആൾക്കാർ. കുപ്പിക്കരപ്പൻ്റെ ലക്ഷണം എഴുതിയാവും. ഒരു ഭാരത്യാദി കഷായം കൂടി. ഭാരത്യാദി കഷായം വേറെ ഒന്നും പറഞ്ഞിട്ടില്ലേ? അതൊന്ന് വായിച്ചേ. ഭാരത്യാദി കഷായം ഏതൊക്കെയാന്ന് നോക്കട്ടെ. അത് തന്നെയാണെങ്കിൽ പിന്നെ അത് എഴുതണ്ടല്ലോ. അല്ല, അത് തന്നെയല്ല, അത് വ്യത്യാസമുണ്ട്. എഴുതിക്കോ. ആ തൈലമാണ്. തെച്ചിപ്പൂവ്, കരയാമ്പൂവ്, കിഴുക്കലച്ചെത്തി, കനൽ ചെത്തി, മഞ്ഞച്ചെത്തി, വെള്ളച്ചെത്തി, പിന്നെ പരൽ ചെത്തി, അങ്ങനെ 8, 5, 6 എണ്ണം, 7 എണ്ണോളം എൻ്റെ വീട്ടിലുണ്ട്. നമ്മൾ നട്ടിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് ഒന്ന് പോവാം. ഓക്കെ. ചെത്തി ഭദ്രകാളി സേവയ്ക്കും ഭദ്രകാളിയുടെ പൂജയ്ക്കും ഒക്കെ കാട്ടിയെത്തി വേണം നിർബന്ധ. ആ ആ ആ ആ മരുന്നിന് ആരെടുത്ത് കളയും. ആരും കൊണ്ടുള്ള പൂജയുണ്ട്. നമ്മളെന്നാ എഴുതിയ? ചെത്തിപ്പൂവ്, കരിങ്കാരത്തൊലി, ശംഖുപുഷ്പത്തിന്റെ പേര്, കുന്തുരിക്കം, തിപ്പിലി, കാട്ടുതിപ്പിലി പേര്, കാട്ടുമുളകിന്റെ പേര്, വീഴാലരി, ജീരകം 2, കടുക്കാത്തോട്, അമൽപ്പൊരി വേര്, ഇവ കഷായം വെച്ച് പഞ്ചസാര ചേർത്ത് ചെയ്യിപ്പിച്ചാൽ കുപ്പിക്കരപ്പൻ മാറും. പഞ്ചസാരയുടെ അടിയിൽ വരയ്ക്കാം. പഞ്ചസാര ചേർത്ത് സേവിച്ചാൽ കുപ്പിക്കരപ്പൻ ശമിക്കും. പഞ്ചസാരയുടെ അടിയിൽ വരയ്ക്കുക. അല്ല, അതെന്നാന്നറിയാനാണ് വരയ്ക്കാൻ പറഞ്ഞത്. മാം പഞ്ചസാര വേണം മരുന്നിനകത്ത് ചേർക്കണേ. ഗുരുവായൂർ അമ്പലത്തിൽ പഞ്ചസാര വഴിപാട് വയ്ക്കുമ്പോൾ നമുക്ക് ആ പഞ്ചസാരയാണ് കിട്ടണേ. നമ്മളെ വീട്ടിലുള്ള പഞ്ചസാരയാണ് കിട്ടണേ. ആ, അതെ, മാം പഞ്ചസാര, മരുന്നിൽ ചേർക്കണ പഞ്ചസാര പ്രത്യേകമുണ്ട്. അതുകൊണ്ട് ദോഷമില്ല. അതുകൊണ്ട് ഈ പഞ്ചസാരയുടെ ദോഷമില്ല. അത് വേറെ. അത് മധുരക്കിഴങ്ങിൽ നിന്ന് എടുക്കണമുണ്ട്,
ചൈനയിൽ നിന്ന് വന്നതുകൊണ്ട് ആ പഞ്ചസാര നമുക്ക് നിർത്തി ഉപയോഗിക്കാൻ പറ്റും. ഒത്തിരി ഉപയോഗിക്കാൻ പറ്റും. പ്രമേഹമുള്ളവർക്ക് ഉപയോഗിക്കാം, രോഗികൾക്ക് ഉപയോഗിക്കാം, അവർക്കൊക്കെ പഞ്ചസാര ഉപയോഗിക്കാം. മറ്റ് ചൈനയിൽ നിന്ന് വന്ന പഞ്ചസാരയുണ്ട്. നാവില് അന്നനാളത്തിൽ നിന്ന് വിട്ടു പോകണ്ട, വായിൽ തന്നെ വെച്ച് ബോഡി എടുക്കുന്ന പഞ്ചസാരയുണ്ട്. വായിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ല, അപ്പൊ തന്നെ നമ്മൾ ബോഡി വലിച്ചെടുക്കും. അത് ഭയങ്കര കേടാ. നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ്. വെള്ളം ഇഞ്ചെക്ട് ചെയ്താലോ ചത്തു. ആ ചെല്ലേണ്ട റൂട്ടികൾ തന്നെ ചെല്ലണം. നമ്മുടെ ഉമിനീരിനകത്തുള്ള രസങ്ങളോട് ചേർന്ന് അന്നനാളം വഴി ആമാശയത്തിലെത്തി ആമാശയരസങ്ങളോട് ചേർന്ന് പക്വാശയരസം ചേർന്ന് ചെറുകുടലിൽ ചെന്ന് വലിച്ചെടുക്കണം. അതിൻ്റെ ആ ഫങ്ഷൻ എല്ലാം പൂർത്തിയായാലാണ് ബോഡിക്ക് അത് കൊള്ളാവുള്ളൂ. അല്ലാണ്ട് ഇപ്പം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്നും പറഞ്ഞ് കുറേ വെള്ളം ഇഞ്ചക്ഷൻ ചെയ്താൽ ചത്തു പോകുള്ളൂ. മനസ്സിലാവുണ്ടോ? നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുക തന്നെ ചെയ്യാം. പിന്നെ ഗ്ലൂക്കോസ് പോലത്തെ ഇപ്പോൾ പുതിയ മെത്തേഡ് അനുസരിച്ച് ഇഞ്ചക്ഷൻ ചെയ്യണതുണ്ട്. അത് ബോഡി ഇങ്ങോട്ട് ഇവിടുന്ന് സ്വീകരിക്കില്ലാത്ത അവസ്ഥയിലെല്ലാം സാധാരണ നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ കൊടുക്കണേ. ഛർദിയാണെങ്കിൽ ഗ്ലൂക്കോസ് കൊടുക്കാം, ജലാംശം കൂടി കിട്ടും, മറ്റ് ശരീരത്തിൻ്റെ മറ്റ് വിറ്റാമിൻസ് എല്ലാം അതിനകത്ത് കിട്ടും, മെഡിസിൻ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് റെഗുലേഷൻ ഉണ്ടാക്കണം. ആ ഡോക്ടറും കൂടെ പറ്റേ. കുപ്പിക്കലപ്പന് വേറൊരു കഷായം കൂടെ, പാണൽ മൂലാദി കഷായം. പാണല് കേട്ടിട്ടില്ലേ? നിർമ്മാണലും അല്ല, കുറ്റിപ്പാണലും അല്ല, അല്ലാണ്ട് ഗന്ധപ്പാണല്. ഗന്ധം മണമുള്ള പാണല്. അതാണ് അണുക്കളെ നശിപ്പിക്കാൻ. ഒത്തിരി അണുക്കളെ കൊല്ലും. നിറമ്പാണല്, കുറ്റിപ്പാണല്, വേറെ തന്നെ പാണൽ വെച്ചേ ഗന്ധപ്പാണൽ. പാണലിൻ്റെ പേര്. പാണലിനെ കുറിച്ച് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പാടാത്ത അതിസൂക്ഷ്മമായ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ്, ഫംഗസുകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഭയങ്കര ഇതാ. ചുക്കൊക്കെ പഴയ കാലത്ത് ചുക്കിൻ്റെ വിത്തൊക്കെ സംരക്ഷിക്കുന്നത് പാണലിൻ്റെ കൂടിനകത്തിട്ടാ. പാണൽ മടഞ്ഞ് കൂടുണ്ടാക്കും. ഈറ്റ കൊണ്ടൊക്കെ കൊട്ടയുണ്ടാക്കുമ്പോൾ അത് ഈ പാണലിൻ്റെ ഇല അതിനകത്ത് കയറ്റി വെക്കും. അല്ലെങ്കിൽ നമ്മൾ കൊട്ടയ്ക്കകത്ത് സൂക്ഷിക്കുമ്പോൾ അതിനകത്ത് അകവും പുറത്തും ഒക്കെ നിറച്ച് പാണലിടും. അല്ലെങ്കിൽ പാണൽ ചപ്പിൻ്റെ ഉള്ളിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗസ് ഒന്നും ബാധിക്കില്ല വിത്തേൽ. ആ വിത്ത് നന്നായിട്ട് മുളച്ച് വരും. മുളച്ച് വരുമ്പോൾ പാണലിൻ്റെ പേര് ആശാളി, ആടലോടകത്തിൻ്റെ പേര് തക്കോലം, നറുനേണ്ടിക്കിഴങ്ങ്, പൊന്നാരവീരത്തിൻ്റെ പേര് കിരിയാത്തിൻ്റെ അടിയിൽ വരയ്ക്കുക. എന്നാ പുത്തിരിച്ചുകൊണ്ട് വേണം ചേർക്കാൻ. അമൽപ്പൊരി പേര് നാഗപ്പൂവ്, മെഴിയാൻ കിട്ടണ പടവലം, ചെറുചീര പേര്. ഇവ സമമായി എടുത്ത് കഷായം വെച്ച് ജാതിക്ക മേമ്പൊടി ചേർത്ത് കഴിക്കുക. പിന്നെ ഒരു കുഴമ്പിനും കൂടെ, കുപ്പിക്കരപ്പിന് പറ്റാൻ ഒരു കുഴമ്പും കൂടെ. കരളകം, മുരുക്കില, ഇടിച്ചു പിഴിഞ്ഞ നീരിൽ
ഇരട്ടി മധുരം, കടുക് രോഹിണി, കൊട്ടം, ജീരകം, കരിഞ്ജീരകം, ചെഞ്ചല്യം, കടൽനാക്ക്, കടൽനാക്കിൻ്റെ അടിയിൽ വരയ്ക്കുക. അരച്ച് തേങ്ങാപ്പാലും ചേർത്ത് കുഴമ്പാക്കി പുരട്ടിയാൽ കുപ്പിക്കരപ്പൻ ശമിക്കും. കടൽനാക്ക് കണ്ടിട്ടുണ്ടോ? കടലിനകത്ത് ഒഴുകി നടക്കും. ആ, മുരിക്കില്ല. നമ്മുടെ ബോഡിക്ക് കാൽസ്യം ഏറ്റവും എളുപ്പ വഴിയിൽ ഏറ്റവും സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് ബോഡിക്ക് കാൽസ്യം കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് കടൽനാക്ക്. കടൽനാക്ക് എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചുണങ്ങി അതിൻ്റെ കട്ടിയുള്ള ഭാഗമൊക്കെ ചരണ്ടിക്കളഞ്ഞ് അഴുക്കൊക്കെ ചരണ്ടിക്കളഞ്ഞ് പൊടിച്ചെടുക്കണം. ഈ പൊടി കറിക്കകത്തിട്ടോ ഭക്ഷണത്തിനകത്താക്കിയോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. മുടി നന്നായിട്ട് വളരും, എല്ലുകൾക്ക് ബലം വയ്ക്കും, ബോഡിക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടും. കറിക്കകത്തിട്ടുണ്ടെങ്കിൽ രുചി മാറ്റം വരില്ല. അത് ഇട്ടു നമുക്ക് അത് അതിനകത്ത് ഇട്ടുമെന്ന് അറിയില്ല. അവിയലിനകത്ത് തോളിക്കഴിഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റേ വരുള്ളൂ. അല്ലെങ്കിൽ സാമ്പാറിനകത്ത് ഇട്ടാൽ അല്ലെങ്കിൽ പിന്നെ ചമ്മന്തി അരച്ചാൽ എവിടെ എത്തിൻ്റെ ഇത് ഇട്ടാലും അത് ഇട്ടല്ലോ എന്നുള്ള ഒരു രുചി വരില്ല. കാൽസ്യം കിട്ടാൻ വേണ്ടി പക്ഷി കഴിക്കുമെങ്കിൽ പിന്നെ നമുക്കറിയാൻ മേലാത്ത ഒത്തിരി കാര്യമുണ്ട്. തമിഴ്നാട്ടിൽ ഈലിനെ ഭക്ഷിക്കും. ഈലിനെ ഞാൻ തമിഴ്നാട്ടിലൊരു ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ ഈല് ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. ഓ, ഈല് ഭക്ഷിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആശാൻ ചോദിച്ചു, താൻ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? ഓ സാർ, പാമ്പ് ഈല് ഭക്ഷിക്കുന്ന കണ്ടിട്ടില്ലേ? ഈലിനെ ഭക്ഷിക്കും. ഓ, കാക്ക കണ്ടിട്ടുണ്ടോ താൻ? ഉണ്ട്. കാക്ക ആകാശത്തേക്ക് പറക്കുന്ന ഈലിനെ പറക്കി തിന്നെ കണ്ടിട്ടില്ലേ? ഓ, തവളെ കണ്ടിട്ടുണ്ടോ താൻ? അയാൾ പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഈലിനെ ഭക്ഷിക്കും. പിന്നെ തനിക്ക് തിന്നാ എന്നാ? അടുത്ത ചോദ്യം, പിന്നെ തനിക്ക് തിന്നാ എന്നാ? ഓ, തിന്നോളതാണ്. അതിന്റെ ഗുണം പറയുമ്പോഴല്ലേ. ഈയല് ഈ ഉറുമ്പ് പാറ്റയായിട്ട് പോണേ, അതാണ് ഈയല്. ചിറക് വയ്ക്കുമ്പോ ഈയല്, ചിറകില്ലാത്തപ്പോ ചെതല്. കടലവറ കുറുക്കി വെച്ചു. ഈച്ച എന്ന് പറഞ്ഞ സാധനം വേറെ. ഈച്ചനെ ആരും തന്നൂല. മഴപ്പാറ്റ. അത് ഈ മഴ പെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് വെളിയിലേക്ക് വന്നിങ്ങനെ പുറന്ന് അതിന്റെ ചിറകെല്ലാം ചാടി കിടക്കണുണ്ടല്ലേ. ലൈറ്റ് അതിന്റെ അത് ഭയങ്കര പ്രോട്ടീനാ, ഭയങ്കര വിറ്റാമിൻസാ. കണ്ണിന് കാഴ്ച ഇല്ലാത്തവർക്ക് ഞങ്ങൾക്കൊരു തൈലമുണ്ട്, കഴിക്കാനും കണ്ണിലൊഴിക്കാനും നെറുകയിൽ വയ്ക്കാനും കൂടെയാ. അത് ഉപയോഗിച്ചാൽ കണ്ണിൽ പുതിയ കോശങ്ങൾ വരും. ക്യാൻസറിന് റേഡിയേഷൻ നടത്തി അവശതയായിരിക്കുന്ന ആൾക്ക് ഈല് ലേഹ്യം കൊടുത്താൽ ഭയങ്കരമായിട്ട് ക്ലിയറായിട്ട് വരും. ശരീരവശങ്ങൾ ആരംഭിക്കും. അതൊക്കെ നമ്മൾ അടുത്ത പ്രയോഗങ്ങളിൽ വരും. നമ്മൾ പറഞ്ഞുതരാം. അത് തമിഴ്നാട്ടിൽ ചെന്നാൽ ഈയൽ മേടിക്കാൻ കിട്ടും. പിന്നെ ഈയൽ റാണിയുടെ നെയ്യ് ഭയങ്കര ദിവ്യ ഔഷധ. ഈയൽ റാണി 100 മില്ലി 50 മില്ലിയൊക്കെ നെയ്യ് കിട്ടും. ഈയലിൻ്റെ കൂട് പൊളിക്കണം. കൂട് പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ റാണിയുണ്ട്. ആ റാണിയുടെ മേത്തുനിന്ന് ഒരു റാണിക്കകത്തുനിന്ന് 25 മില്ലി 50 മില്ലി ഒക്കെ ഓയിൽ കിട്ടും.
അതിന് തമിഴ്നാട്ടിലൊക്കെ ആസാമിന് വലിയ വിലയാണ്. അതിനകത്തുള്ള കണ്ണുകളൊക്കെ പൊടിഞ്ഞ കണ്ണിനൊക്കെ അതിനകത്താണ് മരുന്ന് ഉപയോഗിക്കണേ. പിന്നെ തലച്ചോറിൻ്റെ കോശങ്ങളൊക്കെ വളരാനായിട്ട് ഈയലിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഈ തലയിലൊക്കെ വലിയ അമിതമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചാടി അവൻ്റെ ബോധവും പോയി വെള്ളമൊലിപ്പിച്ച് മന്ദബുദ്ധിയായിട്ടിരിക്കണില്ലേ, അതിനൊക്കെ ഫലപ്രദമായ ചികിത്സ സിദ്ധവൈദ്യത്തിനകത്തുണ്ട്. അതിനകത്ത് യോഗം മുഴുവൻ ഈ എല്ലിൻ്റെ നെയ്യൊക്കെയാണ്. എലി ചേർത്ത ലേഹ്യം പിടിയുന്ന തന്നെ ദേഹരക്ഷയുണ്ടാകും. രാജേഷ് മാവ് പിടിച്ച് അവശനായി കഴിഞ്ഞാൽ ഈ എല്ല് ലേഹ്യം തമിഴന്മാർ കൊടുക്കണേ. രാജേഷ് മാവ് എന്ന് വെച്ചാൽ എന്താ? TB. അതുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ സെക്സ് കാരണമാണ്, ഓജസ് നഷ്ടപ്പെട്ടിട്ടാണ് രാജേഷ് മാവ് ഉണ്ടാവണേ. രാജാക്കന്മാർക്കൊക്കെയാണ് പഴയ കാലത്തൊക്കെ ഉണ്ടാവണേ. അവർക്ക് 4-5 ഭാര്യമാർ കാണും. ഇപ്പോൾ സ്വരിതത്തിൽ കൂടുതൽ താല്പര്യം കാണും. അങ്ങനെ ഓജസ് നശിച്ച് രാജേഷ് മാവിന് അസുഖം പിടിക്കും. രാജേഷ് മാവ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്ന് കേൾക്കില്ല. ചുമ മാത്രമല്ല, എല്ലാത്തിലും ഇതിലെ ആണ് പോയാൽ നമ്മുടെ ബന്ധു പിടിക്കും. ചുമ വന്നാൽ പിടിക്കും. കാലാവസ്ഥയ്ക്ക് നേരിടും. അവൻ്റെ എല്ലാ പവറുകളും, നമ്മളെ പ്രതിരോധിക്കാനുള്ള എല്ലാ പവറുകളും നഷ്ടപ്പെട്ടു പോകും. അതെ, രാജേഷ് മാവ് മഹാരോഗങ്ങളാണ്. കുപ്പിക്കരപ്പൻ എത്രാമത്തെയാ? 7 പാണൽ തൈല എഴുതിയോ? പാണൽ മൂലാദി കഷായം എഴുതി. അന്ന് കുഴമ്പിനെ എഴുതൂ. കുഴമ്പ് ഇതിന് വേണ്ടിയിട്ടുള്ള കരളകം അത് എഴുതിയിരുന്നോ? അടുത്ത് നമ്മൾ 8ാമത്തേലേക്ക് പോവാം. വ്രണക്കരപ്പൻ. ശക്തമായ പനി ഉണ്ടാവും. അവര് ഇത് പഠിക്കുന്നവരാണോ? ഹരയോഗം എന്ന് പറഞ്ഞാൽ പ്രാണായാമം തന്നെയല്ലേ? സംസാരമാണോ ക്ലാസ് എടുക്കുന്നത്? ആദ്യത്തെ സെഷനൊക്കെ അയ്യ എടുത്തു, അവസാനത്തൊക്കെ സാമ്യം. വ്രണക്കരപ്പന എഴുതിയോ? ശക്തമായ പനിയുണ്ടാകും. ആറേഴ് ദിവസത്തേക്ക് പനിക്കും. ദേഹത്ത് തീപ്പൊരി വീണ പോലെ പൊള്ളിക്കൊമളയ്ക്കും. അതിൻ്റെ ഉള്ളിൽ കറുത്ത വെള്ളം കാണും. 2-3 ദിവസം കഴിയുമ്പോൾ പൊട്ടി ഒലിച്ച് വ്രണമാവും. ക്ഷീണനായി കണ്ടിടും. അവർ ചികിത്സാരാണോ? അങ്ങോട്ട് നീട്ടി വയ്യ. എവിടെയാവട്ടെ എവിടെ?
ശക്തിയായ പനി ഉണ്ടാവും. ആ പനി 6-7 ദിവസങ്ങൾ നിലനിൽക്കും. പിന്നെ തീ വീണ പോലെ, നമ്മുടെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തീ കത്തണോടത്ത് പോയിരുന്ന അതിൻ്റെ പൊരി മേഘത്ത് വീണാൽ നമ്മുടെ ദേഹം എങ്ങനെ പൊള്ളുന്നുവോ അതുപോലെ പൊള്ളി പുളകങ്ങൾ കണ്ടിടും. 2-4 ദിവസങ്ങൾ കഴിയുമ്പോൾ, 2-3 ദിവസം കഴിയുമ്പോൾ അത് പൊട്ടി വ്രണായിടും. മേലിന് വലിച്ചില്, പിന്നെ വേദന ഉണ്ടാവും, പഴുപ്പൊലിക്കും, കൈകാലുകൾ മെലിഞ്ഞു പോവും, കൈയും കാലും ഒക്കെ ക്ഷീണിച്ചു പോവും, ക്ഷീണം ഉണ്ടാവും. അതാണ് ലക്ഷണം. കിട്ടിയോ? പിന്നെ അടുത്ത് വ്രണക്കരപ്പൻ്റെ ചികിത്സ നാഗപ്പൂ കഷായമാണ്. നാഗപ്പൂ, തിപ്പിലി, മുന്തിരിങ്ങാപ്പഴം, കൊത്തമ്പാലരി, ജീരകം, വരട്ടുമഞ്ഞൾ, ഞെരിഞ്ഞൽ, കുറുന്തോട്ടി വേര്, ഏകനായകത്തിൻ്റെ വേര്, കരളകത്തിൻ്റെ വേര്, ശംഖുപുഷ്പത്തിൻ്റെ വേര് ഇവ കഷായം വെച്ച് സേവിച്ചാൽ വ്രണക്കരപ്പൻ ശമിക്കും. മറ്റൊരു കഷായം തഴുതാമവേര്, കടുക്കാത്തോട്, വേപ്പിൻ്റെ തൊലി, കരിഞ്ചീരകം, മുന്തിരിങ്ങാപ്പഴം, തെച്ചിപ്പൂവ്, തുളസിയില, കടുകുരോഹിണി ഇവ കഷായം വെച്ച് സേവിച്ചാൽ വ്രണക്കരപ്പൻ ശമിക്കും. പിന്നെ അതിൻ്റെ ദേഹത്ത് പരട്ടെ ആര്യവേപ്പില, പച്ചമഞ്ഞൾ, കൃഷ്ണതുളസിയില മോരിലരച്ച് തേച്ചാൽ വ്രണങ്ങൾ ഉണങ്ങും, അണു നശിക്കും, വ്രണക്കരപ്പൻ ശമിക്കും. നമ്മുടെ ഇത് വന്നിട്ട് ചിക്കൻ ബോക്സ് വന്നിട്ട് കുളിക്കുമ്പോൾ ആര്യവേപ്പിലും പച്ചമഞ്ഞളും കൂടെ അരച്ചിട്ട് കുളിക്കും. ആര്യവേപ്പിലും പച്ചമഞ്ഞളും കൂടെ അരച്ച് തേക്ക് കുളിക്കും. അതിലൊക്കെ വളരെ പ്രധാനമുള്ള വേറൊരു ചെടിയുണ്ട്. ചെടിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിച്ചടയൻ. പനിച്ചടയനിട്ട് കുളിച്ചാൽ പനി തിരിച്ചു വരുവില്ല, മേലുവേദന ഉണ്ടാവില്ല, അണുബാധയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പല സ്ഥലത്തും പല പേരാ. കോൽച്ചടയൻ എന്ന് പറയണവരുണ്ട്, പനിച്ചടയൻ എന്ന് പറയണമുണ്ട്, വേറെ 1-2 പേരുകളും കൂടെ കൂടി ആ സസ്യത്തിനുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ നീർവീഴ്ച ഉണ്ടാവില്ല, കുളിക്കുമ്പോൾ ഉണ്ടാവുന്ന അണുബാധ ഉണ്ടാവില്ല, കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ജലദോഷം, നീർക്കെട്ട് ഇതൊന്നും വരില്ല. കുളി കൊണ്ടുള്ള ദോഷങ്ങളൊന്നും ഏൽക്കുകയില്ല. പിന്നെന്താ?
കുളിച്ചു കഴിഞ്ഞാൽ നീർക്കെട്ട് തന്നെ ആൾക്ക് ഇതിട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കണം. കുളിച്ചിട്ടുണ്ടെങ്കിൽ ആസ്മ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കൃഷ്ണതുളസി ഇടാം. കൃഷ്ണതുളസി ഇട്ടെന്നോർത്തും കുഴപ്പമൊന്നുമില്ല. അല്ല, അടുത്ത പോയിന്റിലേക്ക് പോയാലോ? എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് അറിയാനാ ഞാൻ പിന്നെ നോക്കുന്നു. നാഗപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുല്ലമുട്ട ഉണങ്ങിയ പോലെ ഇരിക്കും. പിന്നെ മറ്റേ നാഗപ്പൂ എന്ന് പറയണത് സ്വൽപ്പൂടെ വലുതായിരിക്കും. ചെറുനാഗപ്പൂവിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ്. അത് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്കും മറ്റ് മെഡിസിൻ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് കയറി പോവുക. അത് കാരണം അത് കിട്ടാൻ ഭയങ്കര പാടാണ്. പഴയ കാലത്ത് ഒക്കെ ഇപ്പോൾ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനക്കാരുടെ അടുത്ത് നിന്ന് അതിൻ്റെ ആവശ്യക്കാർ നേരിട്ടെടുക്കുക. അത് മാർക്കറ്റിൽ വരാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഗുണമുള്ള ചെടിയാണ്. ഭയങ്കര ചെറുനാഗപ്പൂ. അത് അണുനാശക സ്വഭാവമുള്ളതാണ്. വെള്ളത്തിലൊക്കെ കെട്ടി, പഴയ കാലത്തൊക്കെ അത് കെട്ടി നമ്മൾ കിണറിനകത്ത് വെള്ളത്തിനകത്തിടും. വെള്ളത്തിനകത്തിട്ട് അതിനകത്ത് ഒരു സാംക്രമിക രോഗങ്ങളണുക്കളും വരില്ല. വെള്ളം നല്ലതായിട്ട് ശുദ്ധിയാവും, അണുക്കളൊക്കെ പോകും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള അണുക്കളെല്ലാം പോകാൻ പോകും. പിന്നെ വിയർപ്പിന് സൽഗന്ധം വരാനായിട്ട് കല്യാണത്തിനൊക്കെ മുമ്പ് സ്ത്രീകൾക്ക് ഇത് ചേർത്തൊരു യോഗം ഉണ്ടാക്കി കൊടുക്കും. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിയർപ്പിന് ആസ്വാദകരമായ മണമായിരിക്കും. അത് പഴയ കാലത്തൊക്കെ രാജകീയമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നാട്ടിൽ പിടിക്കില്ല. അത് തണുപ്പ് വേണം. വടക്കേ ഇന്ത്യയിൽ അത് തന്നെ. നമ്മുടെ സ്ഥലത്ത് നിന്നല്ല. വയനാട് പ്രദേശത്തൊക്കെ കാണും. എനിക്ക് ചെടീനെ ഞാൻ കണ്ടിട്ടില്ല. മരുന്ന് ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുമുണ്ട്. നേരത്തെ ഈസി വിലയായിരുന്നു. ഞങ്ങള് ഗീതരോഹിണി വാങ്ങാൻ ഒരു പോക്ക് പോയി. 6 കട ചോദിച്ചിട്ടില്ല. മധുര ചോദിച്ചപ്പോ കിലോ 22,000 രൂപ ഗീതരോഹിണിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം വെള്ളിയാഴ്ച പോയിട്ട് കയറി പോരായിരുന്ന. ഞാൻ പറഞ്ഞു ഇന്ന് വരണ്ട, അവിടെ തപ്പാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ 5,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അതിനാ വാങ്ങിച്ചു. ഡോക്ടറെ നമ്മുടെ ഡോക്ടർ ഞാൻ പറഞ്ഞില്ല, അവർക്ക് നോർത്ത് ഇന്ത്യൻ മെഡിസിൻസ് ഒക്കെ എല്ലാം അവരും പോയിട്ട് ഇങ്ങോട്ടല്ല, അവരെ ഏജൻസി ആയിട്ട് ചെയ്യുന്നു. അവർക്ക് ഫാക്ടറി ഉണ്ടല്ലോ, മെഡിസിൻ ഫാക്ടറി. ഇപ്പോഴത്തെ എല്ലാ മെഡിസിനുകളും അങ്ങനെ ഒത്തിരി പേര് ചൈന വരെ കയറ്റിക്കൊണ്ട് പോകണ്ട് ഇവിടുന്ന്. നമ്മുടെ അടുത്തുനിന്ന് ഒത്തിരി ഐറ്റംസ് ചൈനക്കാർ വലിയ തീ പിടിച്ച വിലയ്ക്ക് കൊണ്ടുപോകുന്നു. സാധാരണക്കാരനൊന്നും ഔഷധങ്ങൾ കിട്ടാതായി തുടങ്ങി. നാഗം എന്ന് പറഞ്ഞൊരു ഇത് ഭയങ്കര വിലയായിട്ട് കയറി പോവാ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് തലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ മാത്രമല്ല, അതിൻ്റെ ജർമ്മനിൽ ഗവേഷണം നടത്തി വേൾഡ് തലത്തിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ വില കൂടുതൽ തന്നെ. അതിൻ്റെ ചുമനേന്ദ്രനും അതെ. ചുമനേന്ദ്രനത്തിന് ഇപ്പോൾ ജർമ്മൻകാർ ഗവേഷണം നടത്തി അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട്. അത് പോണു. ചുമനേന്ദ്രനൊന്നും കിട്ടാനില്ല ഇപ്പം. വെള്ളച്ചന്ദനത്തിന് വില കുറഞ്ഞു വരുക, ചുമനേന്ദ്രത്തിന് വില കൂടിയും വരുക. പണ്ട് ചുമനേന്ദ്രത്തിന് നിസ്സാര വിലക്ക് കിട്ടുമായിരുന്നു. അതെ. ഇപ്പോൾ വില കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് തലത്തിൽ പഠനം നടക്കുമെന്നേ. ഇത് പണ്ട് കേരളത്തിൽ മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ പിന്നെ സിദ്ധവൈദ്യക്കാർക്ക് ഇവർക്ക് 2 പേർക്കും മതിയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് അതിൻ്റെ ഉപയോഗം കണ്ടുപിടിച്ചതോടുകൂടി സംഗതി കുറച്ചാളോട് കഴിഞ്ഞാൽ കുറേ പേര് ഒരു പഠിത്തം തന്നെ കിട്ടൂല.
ഹൈ ലെവലിൽ പൈസ മുടക്കി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റും. ആ അവന്മാര് കളിക്കില്ലേ? കളിക്കാൻ നിൽക്കില്ല. തോല് കൊണ്ട് പ്രയോജനമുണ്ട്. പിന്നെയല്ലേ തോലിട്ട കഷായമുണ്ട്, തോലിട്ട് എൻ്റെ ഇതുണ്ട്. അരിവേപ്പിലയും പച്ചമഞ്ഞളും തുളസിയിലയും കൂടെ ചേർത്ത് മോരിലരച്ച് പുരട്ടിയാൽ അതിൻ്റെ അണുക്കളെല്ലാം നശിക്കും, വേദന മാറും, വലിച്ചിലും മാറും, കരപ്പനൊക്കെ ഉണങ്ങി കിട്ടും. അടുത്തേക്ക് പോവാം. കുഴൽവാത കരപ്പൻ. ഇന്നിപ്പോ നമ്മൾ 9 10 നിർത്താം. 10 നിർത്തുക. 56 ജാതി കരപ്പനാണുള്ളത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു കരപ്പന പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു ദിവസം ഒരു കരപ്പൻ. അന്നേരം നിങ്ങളെപ്പോലെ അല്ല, ചോദ്യങ്ങൾ 500 വരും. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ പിന്നെ അടിവരയിട്ട് അടിവരയിട്ട് എന്തിനാ അടിവരയിട്ടിട്ട് പോലും അത് ചോദിക്കണുണ്ടോ? എന്തിനാ അടിവരയിട്ടെന്ന് ചോദിക്കണില്ല. അത് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാ. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? പറ്റില്ല. കരപ്പന്നെ അങ്ങനെയാണെങ്കിൽ 56 അതൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമില്ല. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരാൾ ചോദിച്ച പോലെ എന്തിനാ ഇതിന് മാത്രം അക്ഷരം പഠിക്കുന്നത്? തമിഴന്മാര് ചെയ്തല്ലോ, 52 അക്ഷരം മാറ്റി 22 ഉള്ളൂ. ബാക്കിയുള്ളൊന്നുമില്ല, ഒറ്റ എണ്ണം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നുമില്ല. ബാക്കി കളഞ്ഞു. ബാക്കിയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ എറുവിലും ഒക്കെ പോയി തുടങ്ങി. എന്ന് പറഞ്ഞ പോലെ അതിന്റെ സൂക്ഷ്മമായ പഠനത്തില് നമുക്കിതെല്ലാം ആവശ്യം വരും. സൂക്ഷ്മമായ വെറൈറ്റി ഇത് വരുമല്ലോ. ദശവായുക്കൾ ക്രമീകരിക്കാൻ ഒറ്റ മരുന്നുണ്ട്. ദശവായുക്കൾ ക്രമീകരിക്കാൻ 10 കൂട്ടമുള്ള മരുന്ന്. ദശമൂലം, കുമ്പള്, കൂള്, വാതിരിപ്പാലക, പയ്യാൻ ചേർത്ത് അവർക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ മരുന്നൊന്നും വേണ്ട, ഒറ്റ ദശവായുക്കളെയും ഒരേപോലെ ക്രമീകരിക്കാവുന്നതായ ഒറ്റ മരുന്നുണ്ട്. പക്ഷേ കാട്ടുജീരകം എല്ലാ വായുക്കളെയും ക്രമീകരിക്കും. പെരുംജീരകമല്ല, കാട്ടുജീരകം. മണിപ്പൂരകത്തെയാണ് അത് തന്നെ. നമ്മുടെ ഓരോ മർമ്മഭാഗങ്ങളെയും ബാധിക്കുന്നതായ ഔഷധങ്ങളുണ്ട്. അത് കൊടുത്താൽ പോരാ. പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്നാ വിറ്റാമിൻ കിട്ടിയാൽ പറഞ്ഞ് കുറച്ച് ഗുളിക തിന്നാൽ മതിയോ? കുറച്ച് വിറ്റാമിൻ്റെ ഗുളികകളെല്ലാം മറക്കി തിന്ന കാൽസ്യം, അയൺ, വിറ്റാമിൻസ്, പ്രോട്ടീൻസ് എല്ലാം കൊണ്ട് അടങ്ങുന്ന ഒരു ഗുളിക തിന്നാൽ പോരാ. അത് വല്ല എന്നാ ചന്ദ്രനിലും ഒക്കെ പോണവർക്കേ പറ്റുള്ളൂ, നമുക്ക് പറ്റില്ല. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കഴിക്കണം. എന്നാലേ നമ്മുടെ ഫങ്ഷൻ ആന്തരാവയവങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ. എന്നാലാണ് ആ മിഷൻ നിലനിൽക്കുള്ളൂ. ഒരു അയർനാട് ജോൺസൺ ആശാൻ എന്ന് പറഞ്ഞ ഒരാൾ തിരുവനന്തപുരത്ത് എൻ്റെ അച്ഛനെ പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ തല്ല് കിട്ടി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ കഷായം വേവിച്ചുകൊണ്ടിരിക്കുക. ദിവാര ഒരു സ്വല്പം കാട്ടുജീരകം എടുത്തുകൊണ്ട് വന്നിരുന്നു. പുള്ളിക്കാരൻ അതൊരു സാധനത്തിനകത്ത് ഇടിച്ച് വെള്ളത്തിനകത്ത് കലക്കി കൊടുത്തു. അച്ഛൻ കഷായം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇയാൾ പോയി. അയാൾ 2 അമ്പക്കം വിട്ട് ഇപ്പോൾ വിഷമുണ്ടോ എല്ലാം ഉണ്ടോ വേണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അച്ഛൻ കഷായം എല്ലാം വേവിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആൾ പോയി. അങ്ങനെ എളുപ്പ മാർഗങ്ങൾ പലതും ഉണ്ട്. പക്ഷേ എളുപ്പം വേണം, അത് വിശദമായിട്ട് നമ്മൾ അറിയണം. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പാവപ്പെട്ടവനെ കസ്തൂരി കൊണ്ടും രാജാവിനെ കസ്തൂരി കൊണ്ടും പാവപ്പെട്ടവനെ കാട്ടുജീരകം കൊണ്ടും ചികിത്സിക്കണം. രണ്ടും ഒരു ഗുണമാണ്, ഒറ്റ ഗുണമാണ്. കസ്തൂരിക്ക് എന്നാ വില? കോടിക്കണക്കിന് രൂപ വില. ഒരു കാട്ടുജീരകത്തിൻ്റെ അത്ര ഒറിജിനൽ കസ്തൂരി കിട്ടണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. ഒരു കാട്ടുജീരകത്തിൻ്റെ അത്ര. ഒറിജിനൽ കിട്ടാനില്ല, കിട്ടാനുണ്ട് ചുരുക്കം. സ്കിന്നോട് കൂടി ആ
രോമത്തോട് കൂടിയൊക്കെ തന്നെയാണ് തരുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റാ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റാ അതൊക്കെ. ഈ ഫ്രാഗ്രൻസിലൊക്കെ മസ്ക് എന്ന് ഫുള്ള് കെമിക്കലല്ലേ. നമുക്കത് തോലേ തോലിനെ ചൂടാക്കിയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ബൾജ് എടുത്തിട്ട് ഇതാക്കുന്നുണ്ട്. അത് എല്ലാം അല്ലെങ്കിൽ അത്രയും കസ്തൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കോടി രൂപയുടെ വിലയുള്ള കസ്തൂരി അവരിവിടെ 150 രൂപയ്ക്ക് തന്നെ. ആ ട്രെയിനിലൊക്കെ കൊണ്ട് വെക്കുന്ന പിന്നെ തർക്കം നമ്മളൊരു പൂജാ സ്റ്റോഴ്സിൽ മറ്റേ കർപ്പൂര വീടിക ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ കൂട്ടം എവിടുന്ന് കിട്ടിയതാ. അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചോദിച്ചപ്പോ 6000 രൂപയെന്നോ പറഞ്ഞു കസ്തൂരി. അതിന്റെ ആ ഒരു ഇതന്നെ തന്നു. അതിനകത്ത് സംഭവങ്ങളൊക്കെ ഒരു കറുത്ത പിന്നെ പേസ്റ്റ് പോലെ അല്ല, പിന്നെ ക്രിസ്റ്റലായിട്ടിരിക്കണല്ലേ, അത് ഡ്യൂപ്ലിക്കേറ്റാ. കസ്തൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ക്രിസ്റ്റൽ ആവില്ല. ക്രിസ്റ്റലല്ല, ഒരു പശവശപ്പോ. ആ ഇത് ക്രിസ്റ്റൽ ആവില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെ നോക്കുമ്പോൾ അറിയാം ജൈവവസ്തു അല്ല. അത് സ്വല്പം എടുത്തൊന്ന് കത്തിച്ചാൽ ഒറിജിനലായിട്ട് കത്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. കത്തിച്ച് കഴിയുമ്പോൾ അത് മാംസം കത്തിയ മണം വരും ഒറിജിനലാണെങ്കിൽ. മറ്റേതിൻ്റെ കൂടെ കത്തിച്ചാലും മാംസം കത്തിയ മണം വരില്ല. ഇത് ജീവി ഉണ്ടാക്കണതാണ്. അപ്പോൾ അത് ജീവാംശമുള്ള സാധനം. അത് കത്തിക്കുമ്പം കത്തിച്ച് ഒരു പൊസിഷനായി കഴിയുമ്പോൾ കസ്തൂരിയുടെ മണം മാറിയിട്ട് മാംസം കത്തിയ പോലെയുള്ള മണം വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചിടുന്നത്. അതുമാത്രമല്ല ഹൈ ആഷ്ന പെക്കിലെടുത്തുകൊണ്ടിരിക്കണവന് ഒരു കടുകിൻ്റെ അത്ര ജീരകവെള്ളത്തിനകത്ത് കൊടുത്ത് അപ്പം എക്കിൾ നിൽക്കും. പിന്നെ അവന് രണ്ടാമതൊരു എക്കിൾ വരില്ല. അത്ര അത്രയ്ക്ക് ഹൈ പവറാ. നമ്മളവിടെ കടയിലിന്റെ ഒരു ആശാനെ പുള്ളി പറഞ്ഞ ഈ പയറ്റില്ലേ അങ്കം വെട്ടാൻ വേണ്ടി പോകുമ്പോ അരിക്കലെത്തിയിട്ട് സ്വർണ്ണ കസ്തൂരി, ഗോരോചന, ബെരുകുമ്പുഴു, കണ്ടിവെണ്ണ, പച്ചക്കർപ്പൂരം ഇതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. സോമനാദിക്കായ ഇല്ല, പച്ചക്കർപ്പൂരം ഇല്ല, അക്കാര്യത്തേങ്ങയില്ല. ഓരോന്നിനൊന്നും ഗോരോചനയില്ല. ഗോരോചനയുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റുകളാ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റുകളാണ്. എന്നാ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഇനം പശുവിനാണ് അതുള്ളത്. അത് കാലും നനച്ചിട്ട് അത് വെള്ളം കുടിക്കുള്ളൂ. പുറത്തു നിന്ന് അത് വെള്ളം കുടിക്കില്ല. പിന്നെ അതിൻ്റെ കാലിൻ്റെ പെശിനികയിൽ ഇതിൻ്റെ വാലിൻ്റെ തുമ്പറ്റം മുട്ടും. യോഗ്യമായ പശുവിന് മാത്രമാണോ ഉള്ളത്, എല്ലാ പശുവിനും ഇല്ല. കൊന്നിട്ടെടുക്കുന്ന പിത്തരസാണ്, പശുവിൻ്റെ പിത്തരസാണ്. പശുവിന് രോഗങ്ങളൊന്നും വരാതെയും അവന് ഇമ്മ്യൂണിറ്റി കാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബോഡിയിലുള്ളതാണ്. അത് ബോഡിയിലുള്ളത് നമ്മൾ കട്ടെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വെരുകുമ്പോഴും അതെ, വെരുകുമ്പോഴും ബ്രെയിൻ സ്ട്രോക്ക്, അറ്റാക്ക് ഇതൊന്നും ഉണ്ടാവില്ല. വെരുകിൻ്റെ നെയ്യല്ല, വെരുകിൻ്റെ അണ്ടാശയത്തിന് മലദ്വാരത്തിന് താഴെ ഒരു ചെറിയ ഇതുണ്ട്. അതതിൻ്റെ ഇണയനെ ആകർഷിക്കാനാണ്. അതിന് പിരീഡായി കഴിയുമ്പോൾ ഇണയനെ ആകർഷിക്കാനായിട്ട് അത് മരത്തിലൊക്കെ വെച്ച് തേക്കുക അതുള്ള സ്ഥലത്ത്. അപ്പോൾ മറ്റേ നമ്മൾ പട്ടി മൂത്രം ഒഴിക്കുന്നില്ലേ, പട്ടി മൂത്രം ഒഴിക്കുന്നതിനാ പോണോർത്തിക്കൂടെയൊക്കെ ഞാനിവിടെ ഉണ്ടെന്ന് അറിയാനാ. ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ നിന്ന് അതിൻ്റെ ഇണയ്ക്ക് അത് കണ്ടുപിടിക്കാം. അപ്പം ആ മണം നോക്കിയിട്ടാണ് വന്നെ. ഇതും ഇതിൻ്റെ മണം നോക്കിയിട്ട് വന്നെ. കസ്തൂരിമാനും അതെ. അതിൻ്റെ പ്രഗ്നൻസി പീരീഡിൻ്റെ ആവാറായി എന്ന് അറിയിക്കാനായിട്ട് മറ്റേ ഇണയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അത് മണത്ത് നോക്കിയിട്ടാണ് അതിനെ തിരിച്ചറിയണേ. അതിൻ്റെ ഇണ ഇന്ന സ്ഥലത്തുണ്ട് എന്നിട്ട് വന്ന് സംഘം ചേർന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അത് ദൈവം കൊടുത്തിട്ടുള്ളത് അവർക്ക്. അതിൻ്റെ ഉപയോഗം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടാണ്. വെരുക് ഇപ്പോൾ മലബാർ വെരുക് ഭൂമിയിൽ ചുരുക്കമായിപ്പോയി. കണ്ടവും കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളർത്തോണ്ടിരുന്ന എൻ്റെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വളർത്തിരുന്ന എനിക്ക് കെൻറ്റി ചാടി ഓണത്തിന് ഒരാൾക്ക് കിട്ടിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടു തന്നാൽ അന്നൊന്നും അത്രയും വലിയ പ്രാധാന്യമില്ല. എല്ലായിടത്തും ഈ നാടൻ തോക്കുള്ളവരൊക്കെ വെടിവെച്ചിട്ട് ഇതിൻ്റെ അത് മുറിച്ച് കൊണ്ടു തരും. ഇപ്പം അങ്ങനെ ആരും തരാറില്ല, കിട്ടാനില്ല.
അത് വായുക്കളിയൊക്കെ തിരിച്ച് പ്രവർത്തിക്കും. എത്ര ഉടക്കി നിൽക്കണ വായു ക്ലിയർ ആവും. പിന്നെ ബ്രെയിനിലെ സ്റ്റോക്ക് മാറും. ഹാർട്ടിൻ്റെ അവിടെ ഇപ്പം നമുക്ക് ബ്ലോക്ക് ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ചെമ്പ്രവെള്ളാതി കഷായം എന്ന് പറഞ്ഞൊരു കഷായമുണ്ട്. ആ കഷായത്തിനകത്ത് പെരുകുമ്പോഴും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്ക് മാറും. ഒരു ഓപ്പറേഷനും വേണ്ട. ആ നെയ്യ് അലന്ന് പോവും. ആ നെയ്യ് അലന്ന് പോയി കഴിയുമ്പോൾ അവിടുത്തെ റൂട്ട് ക്ലിയർ ആവും. പിന്നെ നമ്മുടെ ബോഡി നമ്മുടെ ബോഡി പിന്നെ കട്ടിയാവില്ല. ഈ കൊളസ്ട്രോൾ കട്ടിയാവുമ്പോഴാണ് പ്രശ്നം. നാടൻ പശുവിൻ്റെ നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. ആനത്തലയോളം കഴിക്കാം. ഇപ്പോഴത്തെ പശുവിൻ്റെ പാല് കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നത്. നേരം കൃഷ്ണൻ്റെ എന്തോരം വെണ്ണ കഴിക്കാന്ന് പറയുമ്പോൾ ആനത്തലയോളം കഴിച്ചോളാനാ പറയണേ. എന്തോരം വെണ്ണ കഴിച്ചു എന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ വെണ്ണ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടി ചത്തു.